എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെയും അടുത്തയാഴ്ച നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം നന്ദുമാനും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഗൗതം ഒരു കാര്യം തീരുമാനിച്ചു. ഗൗരിമോള് പഠിക്കുന്ന സ്കൂളിൽ തന്നെ നന്ദുവിനെ ചേർക്കാനായിട്ട്. പക്ഷെ ഇത് പിങ്കിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ആ സ്കൂൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. തനിക്ക് തൻ്റെ മോനെ നഷ്ടപ്പെടുമോ അല്ലെ ഗൗതത്തിനെ നഷ്ടപ്പെടുമോ എന്നൊരു ചിന്ത പിങ്കിയുടെ മനസ്സിലേക്ക് വരുവാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നന്ദുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. കാരണം നന്ദുവിന് ഗൗരിയോടൊപ്പം ചേരുവാണെങ്കിൽ ഗൗരി കൂട്ടുണ്ടല്ലോ എന്നൊരു ചിന്തയാണ്. ഇപ്പോൾ അവൻ പഠിക്കുന്ന സ്കൂളിൽ അവൻ ഒട്ടും ഇഷ്ടമില്ല. അവിടുത്തെ കുട്ടികളൊന്നും തന്നോട് കൂട്ടുകൂടുന്നില്ല എന്നൊക്കെ പരാതിയായിരുന്നു. അത് ഗൗതത്തിന് മനസ്സിലായതിനു ശേഷമാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. പിന്നീട് നന്ദു ഗൗരിയെ വിളിച്ചിട്ട് ഈ കാര്യം പറയാണ്, ഞാൻ ഗൗരിയുടെ സ്കൂളിലാണ് പഠിക്കാൻ വരുന്നതെന്ന്. ഇത് കേട്ടപ്പോൾ ഗൗരിക്ക് സന്തോഷമായി. അത്ര സമയം ഗൗരി പിണങ്ങിപ്പോയി മുറിയിലിരിക്കുമായിരുന്നു. തന്നെ നന്ദു പഠിക്കുന്ന സ്കൂളിൽ വിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി പറഞ്ഞു, അങ്ങനെയാണ് കുഴപ്പമില്ല, ഇനി നമുക്ക് രണ്ടുപേർക്കും കൂട്ടുകൂടി നടക്കാലോ, ക്ലാസ്സിൽ എനിക്ക് കൂട്ടായിട്ട് നീ കാണുമല്ലോ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടോണ്ടാണ് നന്ദ അങ്ങോട്ടേക്ക് വരുന്നത്. ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് സന്തോഷമായി. കാരണം നന്ദു കൂട്ടുണ്ടല്ലോ. എന്താണെങ്കിലും ഗൗതത്തിൻ്റെ വാശി എന്താണെങ്കിലും അവിടെ നടന്നില്ല. നന്ദുമോൻ്റെ കാര്യത്തിനായതുകൊണ്ട് ഗൗതം പിന്നെ നന്ദുമോൻ്റെ മുന്നിൽ തോറ്റു കിടത്തുന്നുള്ള സത്യം നന്ദയ്ക്ക് മനസ്സിലായി. അങ്ങനെ അധികം വൈകാതെ തന്നെ നന്ദുവിനെ കൊണ്ട് ഗൗരി ചേർത്ത് സ്കൂളിൽ തന്നെ ചേർക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നു പോവാണ്. പക്ഷേ എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗൗരിയെ നന്ദുമയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. കാരണം ഗൗതത്തിന് കാണാതിരിക്കാൻ പറ്റില്ല. ഗൗതത്തിന് മാത്രമല്ല, ലക്ഷ്മിയമ്മയ്ക്കാണെങ്കിലും മഹേശനാണെങ്കിലും മോളെ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് പക്ഷേ പിങ്കിയുടെ ഭയങ്കര അസ്വസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഈ സമയം മാക്സിമം വിനിയോഗിക്കാനായിട്ട് മോഹിനിയെ ശ്രമിക്കുകയാണ്. കാരണം പിങ്കിയുടെ മനസ്സിലേക്ക് എരിപൊരി കയറ്റി കൊടുത്തോണ്ടിരുന്നു. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ മോളെ പിങ്കി നീ പുറത്താവും. ഈ ചെറിയമ്മ പറയുന്ന ഇപ്പം നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും, പക്ഷെ പിന്നീട് ഒരിക്കൽ നീ ചിന്തിക്കും, ഒരു കാരണവശാലും അവരെ ഇങ്ങോട്ടേക്ക് കയറ്റരുത്. ആ പെണ്ണിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് അപകടമാണെന്ന് പറയാണ്. എങ്ങനെ എന്തേലും കാണിച്ചിട്ട് അവരെ ഇവിടെ നിന്ന് ഓടിക്കാണ്ട് ശ്രമിക്കണം എന്നൊക്കെ പറയാം. പക്ഷെ പിങ്കിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിങ്കി തന്നെയാണ് നന്ദ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് നന്ദുമോന് വേണ്ടിയിട്ട്. പക്ഷെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാലും പിങ്കി ഗൗരിയോട് അധികം അടുപ്പമൊന്നും കാണിക്കാൻ പോയില്ല. പക്ഷേ ഗൗരിമോൾക്ക് അങ്ങനെ ആയിരുന്നില്ല. ഗൗരിമോൾക്ക് അവൾ വീട്ടിൽ വന്നിട്ടുണ്ട് സ്വർഗം കിട്ടിയതുപോലെയാണ്. വീട്ടിലെ പോലെയാണ് അന്തരീക്ഷമല്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ മാത്രമല്ല ഗൗരി വന്നിട്ടുണ്ടെങ്കിൽ കൊഞ്ചിക്കാനായിട്ട് മഹേശനും ലക്ഷ്മിയമ്മയും ഗൗതമെല്ലാം പുറകെ തന്നെ നടക്കുവാണ്. ഇത് പക്ഷെ പിങ്കിയിൽ അസ്വസ്ഥത ഉണ്ടാക്കി. നന്ദുമോനേക്കാളും കൂടുതലായിട്ട് അവളെ കെയർ ചെയ്യുന്ന കണ്ടു കഴിയുമ്പോഴത്തേനും പിങ്കിക്ക് ഒട്ടും അതങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പിങ്കി ഇതിനെ ചൊല്ലി ഗൗതത്തിനോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. എനിക്ക് നല്ല സംശയമുണ്ട്, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്നെ നന്ദുമോനെ അവസാനം നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടുവാന്ന്. പക്ഷേ ഗൗതം പറഞ്ഞു, ആ കാര്യത്തിൽ നീ പേടിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ 2 കുട്ടികളും ഒരേപോലെയാണ്. പിന്നെ നന്ദു എപ്പോഴും ഇവിടെ ഉണ്ട്, പക്ഷേ ഗൗരി ഇടയ്ക്കും ഒക്കെയല്ലേ വരത്തുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ എനിക്ക് അവിടെ അവളോട് ഇത്തിരി ഒന്ന് ഇടപെടാനും ഇച്ചിരി സ്നേഹിക്കാനും കിട്ടുന്ന അവസരം കുറവല്ലേ. അതുകൊണ്ടാണ് ആ സമയത്ത് അവളോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നത്. അതിനകത്ത് നീ മറ്റൊന്നും വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ അതൊന്നും കേട്ടിട്ടൊന്നും പിങ്കിക്ക് സമാധാനം ആകുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരു വശത്തുനിന്ന് മോഹിനിയുടെ നന്നായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു പിങ്കിക്ക്. കാരണം മോഹിനിക്ക് നന്ദ ഗൗരി അങ്ങോട്ടേക്ക് വരുന്ന ഇഷ്ടമില്ല. കാരണം ഗൗരി എന്ന് പറഞ്ഞാൽ ഇന്ത്യവരത്തിലെ കുട്ടിയാണ്, ചോരയാണ്. എന്തെങ്കിലും ഒരു കാലത്ത് ഇനിയിപ്പം അരുണിനും പവിത്രയ്ക്ക് കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ഗൗരി ഉണ്ടെങ്കിൽ ഒരു തടസ്സമാണ്. ആ ഒരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്ന മുഴുവനും മോഹിനിയുടെ. അതുകൊണ്ടാണ് മോഹിനി ഇങ്ങനെ എരിപൊരി കയറ്റി കൊടുത്തോണ്ടിരുന്നത്. പിന്നീട് അങ്ങനെ കുറച്ച് ദിവസം വലിയ കുഴപ്പമില്ലാതെ കടന്നു പോവാണ്. ഈ സമയത്ത് നന്ദുമനെ ആദ്യമായിട്ട് കയ്യിലേക്ക് വാങ്ങിയ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിസ്റ്ററിൻ്റെ കയ്യിലാണ് അന്ന് ആ ബസ് ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് അവിടെയുള്ള ആ അടുത്ത വീട്ടിലൊരു ചേട്ടൻ കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ കൊണ്ട് കൊടുത്തിട്ട് പോകുന്നത്. അങ്ങനെ ആ കുഞ്ഞിനെ എന്ത് ചെയ്യുവാണ്, ആ സിസ്റ്റർ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനൊരു പേര് ഇട്ടിട്ടുണ്ടായിരുന്നു, ഏബൽ എന്നുള്ള പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യണം, ആ സിസ്റ്ററിന് അവനെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് അറിയാൻ കഴിഞ്ഞ് അവനെ ദത്തെടുത്തെന്നുള്ള കാര്യം. ഇങ്ങനെ ഗൗതം എന്ന് പറയുന്ന ഒരാളാണ് ദത്തെടുത്തേക്കെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ തനിക്ക് അവനെ ഒന്നൊരു കാണണമെന്ന് ഒരാഗ്രഹം ഉണ്ടെന്നൊക്കെ പറയണം. അവന് മുമ്പ് താനിട്ടത് പേര് ഏബലാണ്. ഏബൽ എന്നാണല്ലോ. കുറച്ചു കാലം അവനെ നോക്കിയതാണല്ലോ. പിഞ്ചു കുഞ്ഞാന സമയത്താണ് അവനെ കയ്യിലേക്ക് കിട്ടിയത്. പക്ഷെ അതുകൊണ്ട് അവനെ കാണുന്നൊരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് എന്ത് ചെയ്യണം, അവർ അങ്ങോട്ടേക്ക് ഇന്ത്യവരത്തിലേക്ക് വരുവാണ്. ഈ സമയത്ത് ഗൗരിയെ കൊണ്ട് നന്ദ ഇന്ത്യവരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഗൗരിയെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടിരുന്ന അങ്ങനെ അന്ന് നന്ദ ഗൗരിയെ കൊണ്ടുവന്നു. പിന്നീട് നന്ദ പുറത്ത് നിൽക്കുകയാണ്. നന്ദയ്ക്കാണെങ്കിൽ അങ്ങനെ അകത്ത് കയറിക്കാൻ താല്പര്യമില്ല.
ഗൗരിയെ കുറച്ച് കഴിയുമ്പോൾ കൂട്ടിക്കൊണ്ട് പോകണം. അധിക സമയം നന്ദയ്ക്ക് അവിടെ നിർത്താനും താല്പര്യമില്ല. അങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. പുറത്ത് നിൽക്കുന്ന സമയത്ത് ഗൗതം റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. ഓഫീസിൽ പറഞ്ഞ് റെഡിയായിട്ട് വരുവാണ്. പിന്നീട് നന്ദയോട് പറഞ്ഞു ഇവിടെ നിൽക്കണമെന്നില്ല, അകത്ത് കയറി ഇരുന്ന് ഇവിടെ നന്ദ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദ പറഞ്ഞു വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറയണം. അപ്പോഴേക്കും മഹേശ്വരൻ വന്നിട്ട് പറഞ്ഞു മോളെ നീ ഇവിടെ നിൽക്കാതെ അകത്തേക്ക് കയറി ഇരിക്കുക, നീ എന്തിനാ ഇങ്ങനെ ഇവിടെ വന്ന് മാറി നിൽക്കുന്നേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാലും നന്ദ പറഞ്ഞു വേണ്ടച്ചാ ഞാനിവിടെ തന്നെ നിന്നോളാം, അല്ലെങ്കിൽ നമുക്ക് പരിഗണന കിട്ടാത്തടത്ത് നമ്മൾ കയറി നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആ 2 സിസ്റ്റേഴ്സും അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരാൾ ഗൗതത്തിന് നന്നായിട്ടറിയാം, കാരണം അവരുടെ ഓർഫനേജിൽ നിന്ന് കുഞ്ഞിനെ ദത്തെടുത്ത് തന്നെ. പിന്നീട് ഗൗതത്തിനോട് ചോദിച്ചു എന്നെ മനസ്സിലായെന്ന് ചോദിക്കുക. അത് പിന്നെ എന്ത് വർത്താനം സിസ്റ്റർ പറഞ്ഞു, എനിക്കറിയാമെന്ന് പറയാണ്. പിന്നീട് മറ്റേ സെലിൻ എന്ന് പറയുന്ന ആ സിസ്റ്ററെ പരിചയപ്പെടുത്തുകയാണ്. ഇത് സിസ്റ്റർ സെലിന്, ഇത് ഇവിടുത്തെ മോനെ ആദ്യമായിട്ട് സിസ്റ്ററിൻ്റെ കയ്യിലേക്കാണ് കിട്ടിയതെന്നൊക്കെ പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ ഇങ്ങനെ ആലോചിച്ചു. പിന്നീട് നന്ദ ഇങ്ങനെ അവരോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഓരോന്നിങ്ങനെ ഏതായെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ആ സിസ്റ്റർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവനെ ആദ്യമായിട്ട് കയ്യിലേക്ക് കിട്ടുന്ന ദിവസം ഇപ്പോഴും എൻ്റെ കയ്യിൽ ഓർമ്മയുണ്ട്. ഒരു ചോര കുഞ്ഞായിരുന്നു, അവിടെ പുല്ലരിയാൻ പോയ പറമ്പിൽ അവിടെ നിന്നാണ് കുഞ്ഞിനെ കിട്ടുന്നത്, 2 പേര് കൊണ്ട് തന്നാന്നുള്ള സത്യങ്ങളൊക്കെ സിസ്റ്റർ അന്ന് വെളിപ്പെടുത്തുവാണ്. അത്രയും കാലം വരെ സിസ്റ്റർ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ആദ്യമായിട്ട് സിസ്റ്റർ ആ സത്യം വെളിപ്പെടുത്തി. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ വന്നു. നന്ദ പിന്നീട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഗൗതം അവിടെ നിൽപ്പുണ്ട്. കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഏതാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബസ് ആക്സിഡന്റ് ഉണ്ടായ ദിവസമാണ് ഈ ചോര കുഞ്ഞിനെ കിട്ടിയത്. ഒരു ടർക്കി ടവലിനകത്ത് പൊതിഞ്ഞൊരു കുഞ്ഞിനെ കിട്ടിയെന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദയുടെ മനസ്സിലേക്ക് പലവിധ സംശയങ്ങളും വരുവാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം നന്ദയുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായി. പിന്നീട് നന്ദ ആ കാര്യങ്ങളൊക്കെ പറയണം. അന്നത്തെ ദിവസം എനിക്ക് എൻ്റെ മോനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചില അടയാളങ്ങളൊക്കെ ഇങ്ങനെ നന്ദ പറഞ്ഞു കൊടുത്തപ്പോൾ നന്ദയ്ക്ക് സംശയം തൻ്റെ മോനാണെന്നൊരു ടെൻഷൻ നന്ദയുടെ മനസ്സിലേക്ക് വരികയാണ്. നന്ദയ്ക്ക് തലറങ്ങുന്ന പോലെ തോന്നി. പെട്ടെന്ന് മഹേശ്വരൻ കയറി പിടിക്കുകയാണ്. എന്താന്ന് ചോദിക്കുകയാണേ. ഒന്നുമില്ലാന്ന് പറയണ. അപ്പോഴേക്കും ഗൗതത്തിന് ചില സംശയങ്ങളൊക്കെ വരുവാണ്. അങ്ങനെ എന്ത് ചെയ്യുവാണ്, അവരൊരു കാര്യം തീരുമാനിച്ചു. നന്ദ എന്താണല്ലോ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നന്ദുമോന് ഇനിയിപ്പോൾ തൻ്റെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാണോ, അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്താൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവസാനം നന്ദ ആ തീരുമാനം എടുത്തു. പിന്നീട് എന്ത് ചെയ്യാൻ DNA ടെസ്റ്റ് നടത്തി നോക്കണം. അങ്ങനെ നടത്തുവാണെങ്കിൽ അറിയാൻ സാധിക്കുമല്ലോ തൻ്റെ ഗൗതം സാറിൻ്റെ മോനാണോ എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ അത് നടത്തി കഴിയുമ്പോൾ ആ സത്യം തെളിഞ്ഞു വരുവാണ്. നന്ദയുടെയും ഗൗതത്തിൻ്റെ മോനാണ്. തനിക്ക് നഷ്ടപ്പെട്ടെന്ന് പോയെന്ന് കരുതി തൻ്റെ അഭിമന്യുവാണോ നന്ദുമോൻ എന്നുള്ള കാര്യം. അന്ന് ആ ബസ് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് അവൻ തെറിച്ച് വീണിട്ടാണ് അവൻ്റെ കാലിന് പരിക്കുകളൊക്കെ ഉണ്ടായെന്നുള്ളത്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. പിന്നീട് ഗൗതം ഈ കാര്യങ്ങളൊക്കെ അറിയാണ്. അങ്ങനെ ഇന്ത്യവരത്തിൽ എല്ലാവരും പറഞ്ഞു നന്ദുമോൻ ആ കുടുംബത്തിലെ കുട്ടിയാണ്. പിന്നീട് അവിടുത്തെ കുട്ടിയായിട്ട് അംഗീകരിക്കണമല്ലോ. പക്ഷേങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം പിങ്കിക്കായിരുന്നു. കാരണം തൻ്റെ മോനെ എന്തായിരിക്കും നഷ്ടപ്പെടുക, താൻ പ്രസവിച്ച കുട്ടിയാണ്. പക്ഷേങ്കിൽ ഇപ്പം നന്ദ സ്വന്തം അമ്മ നന്ദയാണ്. പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് നന്ദുമോനെ നഷ്ടപ്പെടുമോ എന്നൊരു ചിന്ത വരുവാണ്. പിന്നെ അവനെ വീട്ടിലെ കുട്ടിയായിട്ട് അംഗീകരിക്കുന്ന ഒരു ചടങ്ങ് പൂജകളും കാര്യങ്ങളൊക്കെ വെക്കുവാണ്. അങ്ങനെ തിരുമേനി വന്ന് പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പിങ്കി ഒരുങ്ങി വന്നു, നന്ദ ഒരുങ്ങി വരുവാണ്. പിന്നീട് നന്ദ ഇരിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും പിങ്കി തടഞ്ഞു. എൻ്റെ മോനാന്ന് പറഞ്ഞ് തടയുവാണ്. അതിൻ്റെ പേരിൽ അവിടെ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കുഞ്ഞിനെ ചൊല്ലിയുള്ള 2 പേരും പറയുന്നു അവന് എൻ്റെ മോനാന്ന് പറയുക. അവസാനം നന്ദ പറഞ്ഞു അന്നൊരു എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ടല്ലേ നീ ഇതിന് സരോഗസിക്ക് വേണ്ടി തയ്യാറായത്, അതുകൊണ്ട് നിനക്കൊരു കാരണവശാലും കുഞ്ഞിന് അവകാശമില്ലെന്നൊക്കെ പറയാം. പിങ്കി ആകെപ്പാടെ തകർന്നു പോയി. പിന്നീട് നന്ദുമോന് വേണ്ടിയിട്ട് നന്ദയാണ് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇനിയിപ്പോൾ എന്താവും എങ്ങനെയാ തരുന്നറിയത്തില്ല. ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം. ഏകദേശം കഥ ക്ലൈമാക്സിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. നന്ദയ്ക്ക് സ്വന്തം കുഞ്ഞിങ്ങനെ 2 കുഞ്ഞുങ്ങളെ കിട്ടുമോ, അതോ ഇനിയിപ്പോൾ പിങ്കി ഔട്ടാവുക, ഇതിൻ്റെ പേരിൽ പിങ്കി ഇനി വല്ല ആത്മഹത്യ ചെയ്യുമെന്ന് പോലും അറിയത്തില്ല. ചിലപ്പോൾ ഒടുക്ക അങ്ങനെ സംഭവിക്കാനും വഴിയുണ്ട്. കാരണം പിങ്കി തകർച്ചയുടെ വക്കീലെത്തി. കാരണം നന്ദുമോനെ തനിക്ക് കൈവിട്ട് പോകാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിങ്കിക്ക് സഹിക്കാൻ പറ്റില്ല. അവസാനം ഇന്ത്യവരത്തിലെ ഗൗതത്തിൻ്റെ ഭാര്യയായിട്ട് നന്ദ തന്നെ വരുമോന്നും പറയാൻ പറ്റില്ല. ഇതുവരെയായിട്ടും പിങ്കിനെ കല്യാണം കഴിച്ചെങ്കിലും അവർ തമ്മിൽ വേറെ റിലേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാട്ടോ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.